Hi everyone, welcome back to Learnino. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. So let us start. First of all, linear programming എന്ന് പറയുന്നത് it deals with application of systems of linear inequations or inequalities to solve real life problems. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫ് പ്രോബ്ലംസിൽ ഒരു ആപ്ലിക്കേഷൻ ലെവലിലാണ് നമ്മൾ ഈ ലീനിയർ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ്സ് എല്ലാം അപ്ലൈ ചെയ്യാറ്. സോ ഇവിടെ ബേസിക് ആയിട്ട് കുറേ സിസ്റ്റം ഓഫ് ഇനീക്വാളിറ്റീസ് അല്ലെങ്കിൽ ഇനീക്വേഷൻസ് ആണ് ഉള്ളത്. ലീനിയർ ആണ് കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം തന്നെ എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, പിന്നെ അതിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലീനിയർ പ്രോഗ്രാമിംഗ് ഇസ് എ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ദ ഓപ്റ്റിമൽ വാല്യൂസ്, that is maximum or minimum values of quantities subject to the constraints when relationship is expressed as linear inequations or inequalities. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ എപ്പോഴും നമ്മൾ ഈ പ്രോബ്ലം വൈസ് നമ്മൾ എപ്പോഴും ഓരോന്നും ഓരോ ടേംസ് ആണ്, ക്വാണ്ടിറ്റീസ് ആണ് റിലേറ്റ് ചെയ്തെടുക്കുക അല്ലെ. അപ്പോൾ റിയൽ ലൈഫ് പ്രോബ്ലംസ് ആണെങ്കിൽ വാട്ടർ ഇറ്റ് ഇസ്, അപ്പോൾ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ സപ്പോസ് ഇൻ ടേംസ് ഓഫ് ലീനിയർ ഇനീക്വേഷൻസ്, ഈ ഇനീക്വേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ എക്സ്പ്രഷൻസ് തന്നിരിക്കുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഓക്കെ, ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെയാണെങ്കിൽ അതാണ് ഇനീക്വാളിറ്റീസ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻഷിപ്സ് ഈ പറഞ്ഞ പോലെ ഇനീക്വാളിറ്റീസ് ടേംസിലാണെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ മാക്സിമം ഓർ മിനിമം വാല്യൂസ് ഓഫ് ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി സപ്പോസ് നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് അതിന്റെ മാക്സിമം വാല്യൂ കാണണം അല്ലെങ്കിൽ മിനിമം വാല്യൂ കാണണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് അപ്ലൈ ചെയ്യുക. ക്ലിയർ ആയല്ലോ? ഇനി സബ്ജക്ട് ടു സഡൻ കൺസ്ട്രെയിൻസ് ആയിരിക്കും, അതായത് കുറച്ച് കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഈ ഓപ്റ്റിമൽ വാല്യൂസ് കണ്ടുപിടിക്കുക. നെക്സ്റ്റ്, മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഓഫ് ദ പ്രോബ്ലം. ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഇപ്പോൾ ഈ ലീനിയർ പ്രോഗ്രാമിംഗ് ടേംസിൽ എങ്ങനെയാണെന്ന് നോക്കാം. ലെറ്റ് x1 x2 x3 etc xn be n ഡിസിഷൻ വേരിയബിൾസ്. അപ്പോൾ നമ്മളിവിടെ x1 etc up to xn എന്ന് പറയുന്നത് n ഡിസിഷൻ വേരിയബിൾസ് ആയിട്ടാണ് എടുക്കുന്നത്. Then the mathematical form of LPP എന്ന് പറഞ്ഞാൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, it is as follows. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മാത്തമാറ്റിക്കൽ ഫോം ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് x1 x2 etc xn, okay, which optimize the linear equation. അതായത് z equal to c1 x1 plus c2 x2 plus etc plus cn xn. ഈ c1 c2 cn എന്നൊക്കെ പറയുന്നത് കോഎഫിഷ്യൻസ് ആയിരിക്കും ഈ x1 x2 etc xn വേരിയബിൾസിന്റെ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ ഫോം തന്നിട്ടുണ്ടാവുക, ഒരു ലീനിയർ ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവുക. ഇതിന്റെ ഓപ്റ്റിമം വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓപ്റ്റിമൽ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം ഓർ മിനിമം വാല്യൂ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി ഈ വാല്യൂസ്, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ആണ് ഏറ്റവും ബേസിക് ഇക്വേഷൻ കേട്ടോ ലീനിയർ ഫംഗ്ഷന്റെ, ലീനിയർ പ്രോഗ്രാമിംഗിലെ ഏറ്റവും ബേസിക് ആ ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നത് ഇതായിരിക്കും. ഇനി സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ്, അപ്പോൾ ഇതാണ് ലീനിയർ ഫംഗ്ഷൻ, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ടാവും. ഈ ടേംസ് ഒക്കെ എന്താണെന്ന് നെക്സ്റ്റ് പിക്ചർ പറഞ്ഞുതരാം. a11 x1 plus a12 x2 plus etc a1n xn. ഇനി ഇനീക്വാളിറ്റീസ് ആണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇതിൽ ഏത് വേണമെങ്കിലും വരാം. റൈറ്റ് സൈഡിൽ RHSൽ B1. അതേപോലെ തന്നെ നമ്മൾ ബാക്കി ടേംസ്, ബാക്കി ഇക്വേഷൻസ്, അതായത് നേരത്തെ പറഞ്ഞല്ലോ റിലേഷൻഷിപ്സ് ഇനീക്വാളിറ്റീസ് ഫോമിൽ തന്നിട്ടാണ്, അതാണിത്. അത് കൺസ്ട്രെയിൻസിന്റെ ഫോമിൽ ഇങ്ങനെയാണ് തരിക. a21 x1 plus a22 x2 plus etc a2n xn. ഇനി അഗെയിൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B2. ഇനി എക്സെട്ര അതേപോലെ am1 x1 plus am2 x2 plus etc amn xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു bm. ഇതാണ് കൺസ്ട്രെയിൻസ്, ഒരു സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ടാവും. ഇതിന്റെ ജനറൽ ഫോം ആണിത്. ആൻഡ് നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻസ്, ഓക്കെ, അതായത് നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻസ് ആയിട്ടും തന്നിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഈ വേരിയബിൾസ് നമ്മൾ എടുത്തല്ലോ, അതെന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും, നോൺ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ C, B, A നമ്മളെല്ലാം കൺസിഡർ ചെയ്തിട്ടുള്ളത് കോൺസ്റ്റൻസ് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി ഫസ്റ്റ് ഇക്വേഷൻ z equal to c1 x1 plus etc cn xn, അതിനെ പറയുന്നതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ക്ലിയർ ആയല്ലോ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇനി ഇക്വേഷൻസ് 2 എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് തന്നിട്ടില്ലേ, അതിനെ പറയുന്നതാണ് കൺസ്ട്രെയിൻസ്. ഓക്കെ, കൺസ്ട്രെയിൻസ് അതാണ് ഇനീക്വാളിറ്റീസ് ഫോമിൽ തന്നിട്ടുണ്ടാവുക. നെക്സ്റ്റ് ഇക്വേഷൻ 3 എന്ന് പറയുന്നത് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ നോക്കിയത്, അതാണ് നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻസ്. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് തന്നിട്ടുണ്ടാവും അത്.
ഇനി in equation 2 less than or equal to greater than or equal to means that any one of three signs may be there. Okay, അതായത് ഏതെങ്കിലും സൈൻസ് അവിടെ ഉണ്ടാവും. നെക്സ്റ്റ് നമുക്ക് ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്ന ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ തന്നെ നമ്മൾ കുറച്ച് ടേംസ് നോക്കിയല്ലേ, അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇപ്പൊ z equal to c1 x1 plus etc cn xn അല്ലേ, അതാണ് ശരിക്കും പറഞ്ഞ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ദ ലീനിയർ ഫംഗ്ഷൻ വിച്ച് ഈസ് ടു ബി മാക്സിമൈസ്ഡ് ഓർ മിനിമൈസ്ഡ് അണ്ടർ ഗിവൺ കൺസ്ട്രെയിൻസ്. അപ്പൊ നമുക്ക് ഏത് ഫംഗ്ഷന്റെ ഓപ്റ്റിമൽ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്, ആ ഒരു ലീനിയർ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇനി അണ്ടർ ഗിവൺ കൺസ്ട്രെയിൻസ്. അപ്പൊ നമുക്ക് കൺസ്ട്രെയിൻസ് എന്താന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ the restrictions or linear inequalities or equations on the variables of an LPP which describe the conditions under which the optimization is to be accomplished. Constraints എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻസ് ആണ്. ഈ റെസ്ട്രിക്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ ഓപ്റ്റിമൽ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അത്രയേ ഉള്ളൂ. അപ്പൊ ഈ കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ടാവുക ലീനിയർ ഇനീക്വാളിറ്റീസ് ടേംസിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ്. നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേമിൽ തന്നെ ഉണ്ട്. അതായത് ദ എസംഷൻ ദാറ്റ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് വേരിയബിൾസ് ആർ നോട്ട് പോസിബിൾ ഇൻ ദ സൊല്യൂഷൻ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷന്റെ സൊല്യൂഷനിൽ നോൺ നെഗറ്റീവ് വാല്യൂസ് പോസിബിൾ അല്ല വേരിയബിൾസിൽ. അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്ത് എടുക്കുന്നത്. ക്ലിയർ ആയി? അപ്പൊ അതാണ് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നെക്സ്റ്റ് ഓപ്റ്റിമൽ വാല്യൂ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. നമുക്കറിയാം മാക്സിമം ഓർ മിനിമം വാല്യൂ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, അതിനെയാണ് ഈ പറഞ്ഞ ഓപ്റ്റിമൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി അത് എവിടെയാണ് നമുക്ക് കിട്ടുക? ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് എ വേർട്ടെക്സ് ഓഫ് ദ ഫീസിബിൾ റീജിയൻ ഇഫ് ഇറ്റ് ഈസ് ബൗണ്ടഡ്. ഫീസിബിൾ റീജിയൻ എന്താണ്, ഫീസിബിൾ സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഫീസിബിൾ റീജിയൻ, ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന് പർട്ടിക്കുലർ നമുക്ക് ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ബൗണ്ടറി വിത്ത് ബൗണ്ടറി അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും ആ ഒരു പർട്ടിക്കുലർ റീജിയൻ അല്ലെ. സോ ആ ഒരു ഫീസിബിൾ റീജിയനിലെ വേർട്ടെക്സ് പറഞ്ഞൊരു പോയിന്റ് ആയിരിക്കും അല്ലെ. അപ്പോൾ അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഓപ്റ്റിമൽ വാല്യൂ ആണ്. ക്ലിയർ ആയല്ലോ? അതായത് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്ന മാക്സിമം ഓർ മിനിമം വാല്യൂ, അതിനെയാണ് ഓപ്റ്റിമൽ വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇഫ് ദർ ആർ മോർ ദാൻ 1 പോയിന്റ്സ്, ഇപ്പോൾ ഒരു പോയിന്റിനാണ് വേർട്ടെക്സ് വന്നത്, മോർ ദാൻ 1 പോയിന്റ്സ് ഉണ്ടെങ്കിൽ വേർട്ടിസസ് വേർ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസ് ഓപ്റ്റിമം. ഇപ്പോൾ ഒറ്റ പോയിന്റിൽ ഓപ്റ്റിമം ആവുള്ളൂ എന്നൊന്നുമില്ല, മോർ ദാൻ 1 പോയിന്റ്സ് ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ എവറി പോയിന്റ് ഓൺ ദ ലൈൻ സെഗ്മെന്റ് joining any two such vertices optimizes the objective function. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് വാട്ട്, അതായത് എല്ലാ പോയിന്റും ഇപ്പൊ ഒരു ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 പോയിന്റ്സ് ജോയിൻ ചെയ്ത് കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ രണ്ട് വേർട്ടിസസ് ഉണ്ട് വിചാരിക്കാം. ആ 2 വേർട്ടിസസിലും ഈ പറഞ്ഞ ഫംഗ്ഷന് ഓപ്റ്റിമൽ വാല്യൂ ഉണ്ടെങ്കിൽ ഈ 2 വേർട്ടിസസും ജോയിൻ ചെയ്ത് നമുക്ക് ലൈൻ സെഗ്മെന്റ് കിട്ടില്ലേ. അപ്പൊ ആ ലൈൻ സെഗ്മെന്റിലെ എല്ലാ പോയിന്റും എന്തായിരിക്കും, ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ ഓപ്റ്റിമൈസ് ചെയ്യും. ക്ലിയർ ആയല്ലോ? Next, feasible solution. The set of points whose coordinates satisfy the constraints and non-negativity of an LPP. അതിനെയാണ് feasible solution എന്ന് പറയുന്നത്. ഇപ്പോൾ സൊല്യൂഷൻ ഓഫ് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, അതായത് ആ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് അല്ലെങ്കിൽ വാല്യൂസ്. അപ്പൊ അതേപോലെ തന്നെയാണ് feasible solution എന്ന് പറഞ്ഞാൽ എന്താ, coordinates that satisfy the given constraints and non-negativity. ഒരു LPPയുടെ കൺസ്ട്രെയിൻസും നോൺ നെഗറ്റിവിറ്റിയും ഇതെല്ലാം കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ് ഓഫ് പോയിന്റ്സ് അല്ലെങ്കിൽ കോർഡിനേറ്റ്സ്, അതിനെയാണ് നമ്മൾ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫീസിബിൾ റീജിയൻ. ദ കോമൺ റീജിയൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദ കോമൺ റീജിയൻ ഡിറ്റർമിൻഡ് ബൈ ഓൾ ദ കൺസ്ട്രെയിൻസ് ഓഫ് എൻ LPP. ഓക്കെ, അതായത് ഒരു LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ എല്ലാ കൺസ്ട്രെയിൻസും ഡിറ്റർമിൻ, ഇപ്പൊ നമുക്ക് എല്ലാ കൺസ്ട്രെയിൻസും കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോമൺ റീജിയൻ ഉണ്ടാവല്ലോ, എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള റീജിയൻ ഉണ്ടാവും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫീസിബിൾ റീജിയൻ. ഓക്കെ, എവറി പോയിന്റ് ഇൻ ദിസ് റീജിയൻ ഇസ് എ ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ഗിവൺ LPP. ഇനി ഈ ഫീസിബിൾ റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്യില്ലേ, അത് കോമൺ റീജിയൻ ആണല്ലോ, അതിലെ എല്ലാ പോയിന്റ്സും എന്തായിരിക്കും, ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കും തന്നിരിക്കുന്ന LPPയുടെ. നെക്സ്റ്റ്, ഓപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ. അതായത് എനി പോയിന്റ് വിച്ച് മാക്സിമൈസസ് ഓർ മിനിമൈസസ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ പറയുന്നത് ഓപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ. ഇനി നമുക്ക് മെയിൻ ആയിട്ട് 2 ഇമ്പോർട്ടൻറ്റ് തിയറംസ് ഉണ്ട് LPPയിൽ. ഫസ്റ്റ് തിയറം, ലെറ്റ് R be the feasible region, അതായത് കോൺവെക്സ് പോളിഗൺ. ഒരു കോൺവെക്സ് പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ട്രയാങ്കിൾ. ഓക്കെ, അതായത് അതിന്റെ എഡ്ജസ് അല്ലെങ്കിൽ വേർട്ടെക്സ് എല്ലാം എന്തായിരിക്കും, ഇറ്റ് വിൽ ബി പോയിന്റഡ് ഔട്ട്വേർഡ്സ്, എഡ്ജസ് വിൽ ബി പോയിന്റഡ് ഔട്ട്വേർഡ്സ്. ഓക്കെ, ഇപ്പോൾ പോളിഗൺ പറയുമ്പോൾ ഏത് ഷേപ്പ് വേണമെങ്കിലും ആവാം.
സോ ഇത് ജസ്റ്റ് ഒരു കോമൺ ആയിട്ടുള്ള റീജിയൻ common ആയിട്ട് general ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. So let R be the feasible region for a linear programming problem and let Z equal to AX plus BY be the objective function. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്നത് Z equal to AX plus BY ആണ്. ഓക്കെ, ജനറൽ ഫോം ആണ്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീസിബിൾ റീജിയൻ നമ്മൾ R എന്ന് കൺസിഡർ ചെയ്യാം. ഇനി when Z has an optimal value, ഈ പറഞ്ഞ Z ന് optimal value, it can be either maximum or minimum, where the variables x and y are subject to constraints described by linear inequalities, this optimal value must occur at a corner point അല്ലെങ്കിൽ vertex of the feasible region. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുന്ന പോലെ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു ഫീസിബിൾ റീജിയൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 3 വേർട്ടെക്സ് ഉണ്ട് അതിന് അല്ലേ. സോ നമ്മളിപ്പോൾ ഒരു LPP കൺസിഡർ ചെയ്യണം. അതിന്റെ ഒരു ഒബ്ജക്റ്റീവ്, അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് Z equal to AX plus BY കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താ? ഈ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ ഫീസിബിൾ സൊല്യൂഷൻ ആണ് ഈ റീജിയനിൽ ഉണ്ടാവുക. ഓക്കെ, പോയിന്റ്സ്. ഇനി നമുക്ക് ഒരു സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ടാവും. അപ്പൊ അതിനെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ഈ ഫീസിബിൾ റീജിയൻ. അങ്ങനെയാണെങ്കിൽ Z എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഒരു ഓപ്റ്റിമൽ വാല്യൂ ഉണ്ടെങ്കിൽ, അതായത് മാക്സിമം ഓർ മിനിമം വാല്യൂ ഉണ്ടെങ്കിൽ അത് ഒക്കർ ചെയ്യണത് എവിടെയായിരിക്കണം? വേർട്ടെക്സിലായിരിക്കണം. ക്ലിയർ ആയി? ഇപ്പോൾ 3 വേർട്ടെക്സ് ഉള്ള ഇതിലത്തെ ഏതെങ്കിലും വേർട്ടെക്സിലായിരിക്കണം ഇത് ഒക്കർ ചെയ്യുക. ഓക്കെ, അതാണ് തിയറം 1. തിയറം 2 എന്ന് പറയുന്നത് ലെറ്റ് R be the feasible region for a linear programming problem and let Z equal to AX plus BY be the objective function. Same തന്നെ. If R is bounded, then the objective function Z has both a maximum and a minimum value on R, and each of these occurs at a corner point vertex of R. So theorem 2 പറയുന്നത്, ഇപ്പോൾ സപ്പോസ് ഈ തന്നിരിക്കുന്ന Z equal to AX plus BY എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ രണ്ടും ഈ പറഞ്ഞ R ൽ ഉണ്ടെങ്കിൽ then each of these occurs at corner point, അതായത് ഈ മാക്സിമം ആൻഡ് മിനിമം വാല്യൂ രണ്ടും ഒക്കർ ചെയ്യുന്ന എവിടെയായിരിക്കും? R ന്റെ വേർട്ടെക്സിലായിരിക്കും. ഇനി ഒരു പോയിന്റ് നോട്ട് ചെയ്യേണ്ടത്, ഇഫ് R is unbounded, ഇപ്പോൾ ഈ രണ്ട് കേസിലും നമ്മൾ ബൗണ്ടഡ് ആയിട്ടുള്ള കേസാണ് പറഞ്ഞത്. ഇപ്പോൾ സപ്പോസ് ബൗണ്ടറി ഒന്നും സ്പെസിഫൈഡ് അല്ല, മെൻഷൻഡ് അല്ല എങ്കിൽ then a maximum or minimum value of objective function may not exist. ക്ലിയർ ആയല്ലോ? R എന്ന് പറയുന്നത് അൺബൗണ്ടഡ് ആണെങ്കിൽ നമ്മൾ ഈ എടുക്കുന്ന കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് മാക്സിമം ഓർ മിനിമം വാല്യൂ ഉണ്ടാവണം എന്നില്ല. ഇനിയിപ്പോൾ സപ്പോസ് ഉണ്ടെങ്കിൽ ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഇറ്റ് മസ്റ്റ് ഒക്കർ അറ്റ് എ കോർണർ പോയിന്റ് ഓഫ് R. സപ്പോസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു തിയറം 1 അത് എവിടെ ഒക്കർ ചെയ്യണം? R ന്റെ ഒരു കോർണർ പോയിന്റിലായിരിക്കണം ഒക്കർ ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? താങ്ക് യു.